ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിയേഴ്സ് വിത്ത് ചിന്നൂസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്ന് 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അലോവേറ ജെല്ലാണ്. ഞാനൊരു 100 ഗ്രാമിൻ്റെ ആയിരുന്നു വാങ്ങിയിരിക്കുന്നത്. ഒരു 190 റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സെക്കൻഡ്ലി ഇവിയോൺ ക്യാപ്സ്യൂളാണ്, അതായത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാനൊരു 10 എണ്ണമായിരുന്നു ഒരു പാക്കറ്റിൽ മേടിച്ചിരുന്നത്. 78 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. മുടി ഒന്ന് ചീകി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കെട്ടുകൂടി കിടക്കോ ജടയൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മുടിയിലേക്ക് ആവശ്യത്തിനുള്ള തരത്തിൽ നമുക്ക് അലോവേറ ജെൽ എടുത്താൽ മതി. അത് ഒരു പാത്രത്തിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് നമ്മൾ എടുക്കുന്നത്. 2 എണ്ണം മതിയാകും, 2-ൽ കൂടുതൽ നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ 2 ഇവിയോൺ ക്യാപ്സ്യൂൾ എടുക്കുക. ജസ്റ്റ് പിന്ന് വെച്ചിട്ട് നമുക്കത് ഫ്രണ്ടിലൊന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിൽ കിട്ടും. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഓയിലിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ പുറമേ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, അതായത് നമ്മുടെ ഇലക്കറികൾ, നട്ട്സ്, സൺഫ്ലവർ ഓയിൽ, ഇതിലെല്ലാം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഫാക്ടറായിട്ട് ഇന്ന് വൈറ്റമിൻ ഇ മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിലും നമ്മളിപ്പോൾ വളരെ നോർമലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റമിൻ ഇയുടെ യൂസ്. ഇതൊരു തിക്ക് ഓയിൽ ഫോമിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഇ എപ്പോഴും ഒരു മീഡിയത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മീഡിയമായിട്ട് ഇപ്പോൾ അലോവേറ ജെൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിതിൽ കാണിച്ചതുപോലെ ഞാൻ എൻ്റെ 4 ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുടി ഓരോരോ പോർഷൻസായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് 4 ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒരു പതുക്കെ ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള മുടി കൊഴിച്ചിൽ, അതായത് നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും നമ്മുടെ ഹോർമോൺസ് ഇംബാലൻസിൻ്റെ ഇതിലും നമുക്ക് എന്തെങ്കിലും PCOD കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതല്ല ഒരു കാരണവുമില്ലാതെയും നമുക്ക് മുടി കൊഴിയുന്നവരാണ്. എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ഈ മുടി കൊഴിയുന്നത്, ഒരുപാട് മുടിയൊക്കെ കൊഴിയുന്ന അവസരങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. സോ മുടി കൊഴിച്ചിലിനുള്ള നല്ലൊരു റെമഡി തന്നെയാണ് നമ്മുടെ ഈ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. 1-2 ദിവസമല്ല, ഞാനൊരു 2-3 മാസം, അതായത് ആഴ്ചയിൽ 2-3 ദിവസം യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ഫോളോ ചെയ്തിരുന്നത്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ താരനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മുടി കുറേ ഡള്ളായിട്ടോ ഡാമേജ്ഡ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല റിസൾട്ട് കിട്ടാൻ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. മുടി പാർട്ടീഷൻ ചെയ്ത് എല്ലാ സ്ഥലത്തും ഇത് എത്തുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും ഒന്ന് ഉറപ്പ് വരുത്തുക. ജസ്റ്റ് ഒന്ന് ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മതി. എല്ലാ പോർഷനിലും വേണം. നമ്മൾ നടക്കുന്നിടത്ത് റൈറ്റ് സൈഡിലേക്കും അതുപോലെ നടക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് മുടി കൊഴിയുന്നവർ ഒരു 5-6 മിനിറ്റ് മാക്സിമം നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ച് തന്നെ ഒന്ന് ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു 30 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയും. ഇത് ഓവറായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. അത് നമുക്ക് മീൻസ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 30 മിനിറ്റൊക്കെ മാക്സിമം വെച്ചിട്ടുണ്ടാകാൻ മതി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മുടി വളരണമെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, ഇൻറ്റേർണലിയും അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക.
ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പയറ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ചെറുപയർ, വൻപയർ, അങ്ങനെ പയറ് വർഗ്ഗങ്ങൾ, നമ്മുടെ കടല, സോയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റേണലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ചീര, മുരിങ്ങയില, മത്തൻ്റെ ഇല, നെല്ലിക്ക, ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്കറിയാം, വെള്ളം നന്നായിട്ട് കുടിക്കുക, അതുപോലെ നന്നായിട്ട് ഉറങ്ങുക, ഇതൊക്കെ ഇതിനെ ബാധിക്കും. മീൻസ് ആ ഒരു എഫക്റ്റ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും അവർ നമുക്ക് ആദ്യം എഴുതി തരുന്നത് ഈ ബയോട്ടിൻസ് തന്നെയായിരിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഹെയർ പാക്കുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫേസിനാണെങ്കിലോ സെയിം എഫക്റ്റ് തന്നെയാണ് പാക്കുകൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഹാക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആകാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്കിതുപോലെ അറിയാവുന്ന ടിപ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരാൾക്ക് സ്യൂട്ട് ആവുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് സ്യൂട്ട് ആവുന്നത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അലോവേറയൊക്കെ അലർജിയോ റാഷസ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. എനിക്ക് നോർമലായിട്ടുള്ള, അതായത് നാച്ചുറലായിട്ട് കിട്ടുന്ന അലോവേറ ജെൽ നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ എനിക്ക് ചെറിയ ഇറിറ്റേഷൻസ് എടുക്കാറുണ്ട്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. മസാജിങ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി മുടിയെല്ലാം ഒന്നെടുത്ത് മുകളിലേക്ക് ഇതുപോലെ വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഇത് തലയിൽ വെക്കുക. എന്നിട്ട് ഒരു മൈൽഡ് ഷാമ്പു, ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബേബി ഹെയർസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.